ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കെല്ലാവർക്കും ഗ്രാമങ്ങളിൽ പോയി രാപ്പാർക്കാൻ വലിയ ഇഷ്ടമായിരിക്കും അല്ലേ? അതുപോലത്തെ ഒരു ഗ്രാമമാണ് എൻ്റെ അമ്മേൻ്റെ വീട് കേട്ടോ. ഇത് കോഴിക്കോട് തന്നെയാണ്. കോഴിക്കോട് വയലടേൻ്റെ അടുത്താണ് അമ്മേൻ്റെ വീട് വരുന്നത്. പക്കാ ഒരു ഗ്രാമീണമായ സ്ഥലമാണ് കേട്ടോ. ഞാൻ കുട്ടിക്കാലത്തൊക്കെ വെക്കേഷൻ ടൈമിലൊക്കെ സ്ഥിരമായിട്ട് അമ്മേൻ്റെ വീട്ടിലാണ് താമസിക്കാറ്. ആ സമയത്തൊക്കെ വരുന്ന സമയത്തൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ. അപ്പോൾ ഓണം വെക്കേഷനായാലും ക്രിസ്മസ് വെക്കേഷനായാലും 10 ദിവസത്തേക്കൊക്കെ ആയിരിക്കും വരിക. വന്നു കഴിഞ്ഞാൽ ഞാനിങ്ങനെ കൗണ്ട് ചെയ്യും. ഇനിയിപ്പോൾ 4 days കൂടെ ഉള്ളൂ അല്ലെങ്കിൽ 5 days കൂടെ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം കേട്ടോ. അങ്ങനെ അമ്മാമ്മേൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ പോകുന്ന വഴിയാണേ. ഇതുപോലെയൊന്നുമല്ല, ഇത് പണ്ട് ഒരു ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. വലിയ മലേൻ്റെ ചോട്ടിലാണ് ഇവരെ വീട് കേട്ടോ. പാറയൊക്കെ ഒരുപാടുള്ളൊരു സ്ഥലമാണ്. ഇതിപ്പോൾ ഞങ്ങൾ രാവിലെ പുറപ്പെട്ടതാണ്. അങ്ങനെ ഏകദേശം ഒരു 1.5 hours ട്രാവൽ ഉണ്ട് കേട്ടോ എൻ്റെ വീട്ടിൽ നിന്ന്. ഏകദേശം ഒരു 8-8:30 ആയിട്ടുണ്ടാവും കേട്ടോ. ഞാനും അമ്മയും തന്മയും കൂടിയാണ് പോകുന്നത്. നാളെ ആകുമ്പോൾ അച്ഛൻ വരും. അപ്പോൾ ഞങ്ങൾ മെയിനായിട്ട് പോകുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അവിടെ അമ്പലത്തിൽ ഉത്സവം എന്നാണ്. അപ്പോൾ ഉത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മെയിനായിട്ട് പോകുന്നത്. പിന്നെ അച്ചാച്ചനെയും അമ്മാമ്മേനെയും കാണുകയും ചെയ്യാം. നിങ്ങൾക്ക് ഞാൻ വീടിൻ്റെ പരിസരമൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാട്ടോ പാറേൻ്റെ കുറച്ച് ചെറിയൊരു പോർഷൻ. പണ്ട് ഒരുപാട് പാറ ഇവിടുന്ന് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് നിർത്തി വെച്ചതാണേ. അങ്ങനെ അച്ചാച്ചനും, ഞാൻ അമ്മേൻ്റെ അച്ഛനും അച്ചാച്ചൻ എന്നാണ് വിളിക്കാറ്. അങ്ങനെ അച്ചാച്ചനും അമ്മാമ്മയും ഞങ്ങളെ കാത്തിക്കതിനെ. ഇവിടെ ഇവർ രണ്ടാളാണ് താമസിക്കുന്നത്. മാമൻ ഇടയ്ക്ക് വരാറുണ്ട്. അമ്മാമ്മ എപ്പോഴും എന്നെ ഒരു കുട്ടീനെ പോലെയാണ് കാണുന്നത്. അതുകൊണ്ട് അമ്മാമ്മ അങ്ങനെയൊക്കെ എന്നെ കളിപ്പിക്കും. ഇനി ഞാൻ അച്ചാച്ചൻ്റെ അമ്മാമ്മേൻ്റെയും വീടിൻ്റെ ഹോം ടൂർ കാണിച്ചു തരാം. ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട് കേട്ടോ. പണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഇതിപ്പോൾ അമ്മാമ്മൻ കുറേ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. അങ്ങനെ 2 നിലയാണുള്ളത്. മുകളിലാണ് മാമൻ്റെ മുറി. അപ്പോൾ പഴയ രീതിയിലുള്ള കോണിപ്പടിയൊക്കെ ആട്ടോ. അപ്പോൾ ഞാൻ കയറിയിട്ട് കാണിച്ചു തരാം. പിന്നെ ചുമരിൽ കാണുന്ന ചിത്രപ്പണികളൊക്കെ മാമൻ്റെ മോളെ കലാവിരുദ്ധങ്ങളാട്ടോ. അങ്ങനെ ഇതാണ്, ഈ മുറിയാണ് അച്ചാച്ചനും അമ്മാമ്മയും കിടക്കുന്ന മുറി കേട്ടോ. പിന്നെ ഒരു ഡൈനിങ് ഹാളിൻ്റെ ഏരിയ ഉണ്ട്. ഇത് വലിയ ഡൈനിങ് ഹാളായിരുന്നു. അത് പിന്നെ സെപ്പറേറ്റ് ആക്കിയിട്ട് അതൊരു മുറിയാക്കി. അങ്ങനെ മാമൻ വരുന്ന സമയത്തൊക്കെ മാമൻ ഇവിടെ ആട്ടോ കിടക്കാറ്. പിന്നെ ഞങ്ങൾ വന്നാലും ഞങ്ങൾ ഇവിടെ തന്നെയാണ് ഞങ്ങളും കിടക്കാറ്. ഒരു ചെറിയ റൂമാട്ടോ. പണ്ടിത് ഹാളും ഇവിടെ TV ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങളെല്ലാവരും ഹാളിൽ ഇരുന്നിട്ട് കാണുന്നതൊക്കെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. പിന്നെ ഇവിടെ അച്ചാച്ചൻ്റെ അമ്മാമ്മേൻ്റെയൊക്കെ ഫോട്ടോ ഉണ്ട്. പഴയ കാല ഫോട്ടോസാണ്. പിന്നെ അമ്മയ്ക്ക് ഒരു അനിയത്തിയാണുള്ളത്. അനിയത്തിയും ഭർത്താവിൻ്റെയും ഫോട്ടോ ആണ്. ഒരു മോന്. പിന്നെ മാമൻ്റെ ഫാമിലി ഫോട്ടോ. പിന്നെ ജനലിൽ തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇപ്പം വീടുകളൊക്കെ വന്ന്, പണ്ട് വീടുകളൊന്നും ഇല്ലായിരുന്നു. ഇങ്ങനെ മൊത്തമായിട്ട് പറമ്പായിരുന്നു കേട്ടോ. ഇനി വീടിൻ്റെ മുന്നിലുള്ള പറമ്പാണ്. ഇതൊക്കെ അച്ചാച്ചൻ്റെ സ്ഥലം തന്നെയാണ്. തന്വിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുൾ എക്സ്പ്ലോറിങ് ആട്ടോ പണി. എപ്പോഴും എക്സ്പ്ലോർ ചെയ്യണം. അവൾ വന്നാൽ നേരെ ആ പാറേൻ്റെ അങ്ങോട്ടേക്ക് ഓടും. എന്നിട്ട് അവിടെ കുറേ മാങ്ങയും അങ്ങനത്തെ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ പറിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴേ ഓടുന്നത് കേട്ടോ. അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങൾ മാങ്ങ പറിക്കാൻ വേണ്ടി പോകട്ടോ. അതിൻ്റെ സന്തോഷമാണ് ഓള്. തീരെ വീട്ടിലിരിക്കാനൊന്നും ഒക്കെ പറ്റില്ല. അതിന് എങ്ങനെയെങ്കിലും ഒന്ന് മാങ്ങ പറിക്കാൻ പോകണം. അപ്പോൾ മാങ്ങയൊക്കെ ഒരുപാട് ഉണ്ടായി വരുന്നേ ഉള്ളൂ. വളരെ കുഞ്ഞു മാങ്ങ കേട്ടോ ഉണ്ടാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ താഴെയൊക്കെ നിലത്തൊക്കെ ഒരുപാട് മാങ്ങ തൊഴിഞ്ഞെടുക്കുന്നുണ്ട്. അമ്മാമ്മേൻ്റെ ഒരു മെയിൻ ഹോബി ഇപ്പോൾ സമ്മറായി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മാങ്ങ കുറേ ഇങ്ങനെ പെറുക്കാൻ പോകും. എൻ്റെ കുഞ്ഞു മാങ്ങകളൊക്കെ ഒരുപാട് പെറുക്കിയിട്ട് ഒരുപാട് ഭരണിയിൽ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ചോദിച്ചാൽ പറയുമോ ഇതിൻ്റെ ഷെർലിക്ക് കൊടുക്കാനുള്ളതാണ്, അല്ലെങ്കിൽ മോൾട്ടിക്ക് കൊടുക്കാനുള്ള, അല്ലെങ്കിൽ ബാബുവിന് കൊണ്ടുപോകാനുള്ളതെന്ന് പറയും. അങ്ങനെ ഒരുപാട് കുപ്പിയിൽ ഇങ്ങനെ മാങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടാവും കേട്ടോ. ഞങ്ങൾ വരുമ്പോൾ ഒരു കുപ്പി കൊണ്ടുപോകുന്നുണ്ടേ.
പിന്നെ ഇതൊക്കെ ആരതോ പശു കേട്ടോ, പുല്ല് കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് വരുന്നതാണ്. പണ്ട് അമ്മാമ്മയ്ക്ക് പശുവൊക്കെ ഉണ്ടായിരുന്നു. അന്നേരം പശു പ്രസവിക്കുന്ന പിന്നെ പശുക്കുട്ടി വരുന്നതൊക്കെ ആദ്യമൊക്കെ നടക്കാൻ പറ്റാണ്ട് പിന്നെ കുറേ ഇങ്ങനെ ഓടിക്കുന്നതൊക്കെ എനിക്കിപ്പോഴും അതൊക്കെ ഭയങ്കര ഒരു മെമ്മറീസ് ആട്ടോ. അതുപോലെ തന്നെ പണ്ടൊക്കെ ഇവിടെയൊക്കെ ഇങ്ങനെ വെള്ളം നിൽക്കുകയും എന്നിട്ട് വെള്ളം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ മഴക്കാലത്തൊക്കെ ഞാനും കസിൻസ് എല്ലാവരും കൂടി തോർത്ത് വെച്ചിട്ടൊക്കെ മീനിനൊക്കെ പിടിക്കുന്നു. അങ്ങനെ തന്വീൻ്റെ നിർബന്ധ പ്രകാരം ഞാൻ ലാസ്റ്റ് 2 മാങ്ങ പറിച്ചിട്ടോ. അപ്പോൾ മാങ്ങ നമ്മൾ പറിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചൊന ഉണ്ടാവും. അപ്പോൾ ചൊന ഇങ്ങനെ നന്നായിട്ട് റബ്ബ് ചെയ്ത് പോക്കണം, ഇല്ലെങ്കിൽ നമ്മളെ ലിപ്സിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ പൊള്ളാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ എന്താ ഭയങ്കര കയ്പായിരുന്നു കേട്ടോ, ഭയങ്കര കയ്പായിരുന്നു. പിന്നെ ഇത് വിറക് പോര കേട്ടോ, അമ്മാവേൻ്റെ വിറക് പോരയാണ്. പണ്ടേ ഇത് തന്നെയായിരുന്നു വിറക് പോര. പിന്നെ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, ഒരല്. പണ്ട് അമ്മാമ്മ, ഞാൻ ചെറിയ കുട്ടിയായ സമയത്ത്, തന്വീൻ്റെയൊക്കെ പ്രായ സമയത്ത് അമ്മാമ്മയൊക്കെ ഇതിൽ വെച്ചിട്ടായിരുന്നു ഇങ്ങനെ അരിയൊക്കെ ഇടിക്കാറൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ അമ്മിക്കല്ല് ഇപ്പോൾ എല്ലാ വീട്ടിലും ഇപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ഇത് തന്നെയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇവിടെ നിന്നായിരുന്നു കഴിച്ചത്. ചക്ക പുഴുങ്ങി, അവരെ ഏറ്റവും വലിയ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ പുഴുക്കാണ്. അപ്പോൾ ചക്ക പുഴുങ്ങിയത്, പൂള പുഴുങ്ങിയതൊക്കെയാണ്, ചേമ്പ് പുഴുങ്ങിയത്, ഇതൊക്കെയാണ് ഇവരെ ഫേവറേറ്റ് കേട്ടോ. എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല, എന്നാലും അമ്മാമ്മ കോരമുളക് ഇട്ടതും ചമ്മന്തിയും. പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ജസ്റ്റ് പറമ്പിലൊക്കെ പോയി എക്സ്പ്ലോർ ചെയ്യാനേ. കുറേ ഉപ്പേരി ചക്കയൊക്കെ ഉണ്ട്, എനിക്ക് ഭയങ്കര ഫേവറേറ്റാണ് ഉപ്പേരി ചക്ക കേട്ടോ. അങ്ങനെ അമ്മയും ഞാനും തന്വി, ഞങ്ങൾ 4 ജനറേഷൻ കൂടി കണ്ടത്തിലൂടെ ഒക്കെ നടക്കുകയാണേ. നമ്മളൊരിക്കലും ചെറുപയർ പായസം വെച്ചിട്ട് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് എനിക്ക് ഒരുപാട് വ്യൂസ് ഒക്കെ കിട്ടിയിരുന്നു. അപ്പൊ അമ്മാമ്മയ്ക്ക് എന്താണ് ഞങ്ങളുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? ഒന്നും അറിയാനില്ല, പറങ്ങത്തി ഞാൻ കാണിച്ചു കൊടുത്തേ, എന്നോട് ദേഷ്യമുള്ളൂ. അങ്ങനെ ഉപ്പേരി ചക്കയ്ക്ക് വേണ്ടിയിട്ട് കുറേ പേര് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മ ഞാനും കൂടി പറമ്പിലൊക്കെ പോയി ഉപ്പേരി ചക്ക പറിക്കാൻ വേണ്ടി പോയപ്പോൾ കണ്ട കാഴ്ചയാണ്. ഉന്നമില്ലേ, നമ്മൾ പണ്ടും ഇപ്പോഴും ഒക്കെ തലേണയും കിടക്കയൊക്കെ ഉണ്ടാക്കുന്ന ഉന്നം, അതിൻ്റെ ഒരു മരം ഉണ്ട് അവിടെ. പറമ്പിൽ മൊത്തം ഉന്നം പൊട്ടി ഇങ്ങനെ വീണ് കിടക്കുന്നു, മഞ്ഞ് വീണ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. നേരിട്ട് കാണാൻ ഭയങ്കര ഭംഗിയുണ്ടായിരുന്നേ. അപ്പോൾ ഞാനും അമ്മയും കൂടി എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഉന്നൊക്കെ പെറുക്കി സഞ്ചിയിലാക്കാൻ വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ തന്വിക്കൊരു കുഞ്ഞ് തലേണ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി കുറേ ഉന്നം പെറുക്കി സഞ്ചിയിലൊക്കെ ആക്കി. പക്ഷെ ഇതുവരെ ഞങ്ങൾ തലേണ ഉണ്ടാക്കില്ല, അത് എവിടെയാണെന്ന് തന്നെ ഓർമ്മയില്ല, എവിടെയോ വെച്ചിട്ടുണ്ട്. ഇനി തലേണ ഉണ്ടാക്കുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു യൂട്യൂബിലൊരു വീഡിയോ ഇടണമെന്നൊക്കെ. അങ്ങനെ ഞാനും അമ്മയും കൂടി ഉച്ചയ്ക്ക് അമ്പലത്തിൽ നിന്ന് ഊണ് കഴിക്കാൻ വിചാരിച്ചിട്ടോ. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് അമ്പലത്തിൽ വന്ന് അവിടെ നിന്നാണ് ഭക്ഷണമൊക്കെ കഴിക്കുന്നത്. വൈകുന്നേരം ആയപ്പോൾ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ, അമ്മമ്മ വരുന്നില്ല പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ 3 ആളും കൂടി അമ്പലത്തിലേക്ക് പോവാണ് ചന്തയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. വൈകുന്നേരം അമ്പലത്തിലെ ചടങ്ങുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. പക്ഷെ എന്താ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ മഴക്കാറുള്ളതിനെ കൊണ്ട് ഞങ്ങൾക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. മഴ പെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളെ പ്ലാൻ മൊത്തം പൊളിയും. അമ്മയാണെങ്കിൽ മരണക്കിണർ കാണണം എന്ന് പറഞ്ഞിട്ട് 2 കൊല്ലമായി
ഇങ്ങനെ പറയുന്നത്. അപ്പം പറ്റിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ പിന്നെ ചന്തയിലേക്ക് പോയി. മഴക്കാർ ഇങ്ങനെ കൂടിയപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കംപ്ലീറ്റ് ചളിയാണ്. അതുപോലെ ഞാനൊരു കുപ്പിവെള്ളമൊക്കെ വാങ്ങിയിട്ടോ. കുപ്പിവെള്ളം കാണുമ്പോൾ എനിക്ക് എപ്പോഴും വാങ്ങാൻ തോന്നും. കാരണം ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കുപ്പിവെള്ളം. ഞാൻ അങ്ങനെ ഇട്ട് നടക്കാറൊന്നുമില്ലെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുപ്പിവെള്ളം. അതുകൊണ്ട് ഞാൻ എപ്പം കാണുമ്പോൾ മേടിക്കും. തൻവി ആണെങ്കിൽ ഓരോ ടോയ് വേണം അത് വേണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വാശി പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി മഴ കാരണം ഞങ്ങളെ പ്ലാൻ മൊത്തം പൊളിഞ്ഞു. അങ്ങനെ ഞാനും അമ്മയും കൂടി ഒരു കടയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യാം കേട്ടോ, മഴ തോരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഉത്സവമൊക്കെ ഏകദേശം കൊളായി എന്ന് തന്നെ പറയാം കേട്ടോ. രാവിലത്തെ മോർണിംഗ് വ്യൂ കേട്ടോ അമ്മച്ചൻ്റെ റൂമിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പം തലേന്നുള്ള രാത്രിയിലെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഭയങ്കര ഇടിയും മിന്നലൊക്കെ ആയതുകൊണ്ട് പിന്നെ വേഗം കിടന്നു. അങ്ങനെ രാവിലെ ആയപ്പോൾ ഞാനും തൻവിയും കൂടി ഒരു പ്ലാൻ എടുത്തു, നമുക്ക് താളി ഉണ്ടാക്കി തേക്കാമെന്ന്. അപ്പോൾ താളി വേറെ ഒന്നുമല്ല, ചെമ്പരത്തിൻ്റെ ഇലയില്ലേ അത് വെച്ചിട്ടാട്ടോ താളി ഉണ്ടാക്കുന്നത്. അത് ജസ്റ്റ് ഇങ്ങനെ കല്ലിൽ വെച്ച് റബ്ബ് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ കൊഴുത്തൊരു ഇത് കിട്ടും. അതാണ് നമ്മൾ താളി. ഇത് അറിയാത്തവർക്ക് വേണ്ടി പറയാനേ. അങ്ങനെ അത് തേച്ചിട്ടാണ് പണ്ടൊക്കെ എൻ്റെ അച്ഛമ്മയൊക്കെ സ്ഥിരമായിട്ട്, അച്ഛമ്മയൊന്നും ഷാമ്പൂ ഒന്നും യൂസ് ചെയ്യാറില്ലായിരുന്നു. അപ്പോൾ സ്ഥിരമായിട്ട് അച്ഛമ്മ ഇതുപോലെ ഇങ്ങനെ ചെമ്പരത്തിൻ്റെ ഇലേനെ കൊണ്ട് താളി ഉണ്ടാക്കിയിട്ടാണ് അച്ഛമ്മ അധികവും കുളിക്കാറൊക്കെ കേട്ടോ. അപ്പോൾ എനിക്കും അതേപോലെ അച്ഛമ്മ അങ്ങനെ തേച്ച് തരുമൊക്കെ ചെയ്യും. അങ്ങനെ തൻവീൻ്റെ തലയിലെല്ലാം തേച്ച്, തൻവിക്ക് ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. തൻവിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും, നല്ല തണുപ്പാണല്ലോ. അങ്ങനെ വെള്ളമൊക്കെ പാർന്ന് തൻവീനെ കുളിപ്പിക്കലായിരുന്നു രാവിലത്തെ എൻ്റെ മെയിൻ പരിപാടി കേട്ടോ. അങ്ങനെ അമ്മയൊക്കെ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് പ്രിപ്പറേഷൻ്റെ തിരക്കിലാട്ടോ. അപ്പോൾ ബീഫ് ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അമ്മയാണ് കട്ടൊക്കെ ചെയ്ത് കൊടുത്തത്. അപ്പോൾ അമ്മാമ്മയാണ് മെയിനായിട്ടുള്ള കുക്ക് എന്ന് പറയാം. കാരണം അമ്മമ്മ ഇങ്ങനത്തെ ഒന്നും കഴിക്കൂലെങ്കിലും അമ്മമ്മ നന്നായിട്ട് ബീഫ് ഫ്രൈ ഉണ്ടാക്കും കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കും, ഭയങ്കര ടേസ്റ്റാണ് അമ്മമ്മ ഉണ്ടാക്കുന്ന ബീഫ് ഫ്രൈന്. ഞങ്ങളൊക്കെ ചെറിയ കുട്ടികളാകുന്ന സമയത്തൊക്കെ ഓണത്തിനും വിഷുവിനൊക്കെ മലബാറിൽ ആസ് യൂഷ്വൽ നോൺ വെജ് ഉണ്ടാവും. അപ്പം അമ്മമ്മ ബീഫ് ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. അപ്പം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. കാരണം നമ്മളതേ സെയിം റെസിപ്പി ഫോളോ ചെയ്താലൂടെ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. പക്ഷെ അമ്മമ്മ ഉണ്ടാക്കുന്നതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ ബീഫ് ഫ്രൈ ഒക്കെ സെറ്റായി. അങ്ങനെ ലഞ്ച് കഴിക്കുകയാണെ. ഫുള്ള് നാടൻ ഫുഡാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടവും നാടൻ ഫുഡാണ്. അപ്പോൾ കൂർക്കലിൻ്റെ ഉപ്പേരി ഉണ്ടായിരുന്നു, മത്തൻ്റെ കറി ഉണ്ടായിരുന്നു, പിന്നെ ബീഫ് ഫ്രൈ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇങ്ങനെ ഓവറായിട്ട് ഒരുപാട് ഇങ്ങനെ വിഭവങ്ങൾ വേണമെന്നോ അങ്ങനെയൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. പക്ഷെ എനിക്ക് ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചോറ് കഴിക്കാനൊക്കെ. അങ്ങനെ അച്ഛനും വന്നിട്ടുണ്ടായിരുന്നു, മാമനും ഉണ്ടായിരുന്നേ. ഭയങ്കര ടേസ്റ്റായിരുന്നു അമ്മമ്മേൻ്റെ ഫുഡൊക്കെ. അങ്ങനെ ഉച്ചയ്ക്ക് ഞങ്ങൾ ഫുഡ് കഴിച്ചപാട് തന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോകാം കേട്ടോ. അമ്മമ്മ കരയൊക്കെ ചെയ്തിട്ടുണ്ട്, അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. എനിക്ക് ഭയങ്കര ഒരു സങ്കടം. എനിക്ക് എപ്പോഴും അവിടെ നിന്ന് പോകുമ്പോൾ ഭയങ്കര വിഷമമാണ്. എനിക്ക് അവിടെ നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരികയൊക്കെ ചെയ്യും. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പം ഞങ്ങൾ കോഴിക്കോടേക്ക് പോവാണ്. അപ്പോൾ നെക്സ്റ്റ് വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ അതുവരെ ടാറ്റ ബൈ ബൈ.